ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടപ്രഥമനാണ് കേട്ടോ. അപ്പം ഓണമൊക്കെ കഴിഞ്ഞിട്ട് എന്താ ഇപ്പം അടപ്രഥമൻ്റെ പരിപാടി എന്ന് ചോദിച്ചാൽ, കിക്കിമോക്ക് അടപ്രഥമൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓണത്തിന് നാട്ടിൽ പോയപ്പോഴായാലും നമ്മൾ പാലടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളില്ലായിരുന്നല്ലോ, ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ കിക്കിമോളുടെ ജന്മനാളുണ്ടല്ലോ, പിറന്നാൾ വന്നപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ നമ്മുടെ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് അട കിട്ടത്തില്ല. അങ്ങനെ ഞാൻ നാട്ടിൽ പോയപ്പോഴും മറന്നുപോയി കേട്ടോ, ഇവിടെ അട കിട്ടത്തില്ല എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ലായിരുന്നു. പാലടയുടെ കിട്ടും, പാലട മിക്സും ഉണ്ട്, പാലടയുടെ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടുള്ളതും ഉണ്ട്. പക്ഷേ എങ്കിൽ കിക്കിമോക്ക് ഇഷ്ടം ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള അടപ്രഥമനാണ്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ കുറച്ചായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമായിരുന്നേ. ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാം. അടപ്രഥമൻ ഉണ്ടാക്കി ഇലയൊക്കെ അങ്ങോട്ട് നിവർത്തി വെച്ച് അതിൽ കുറച്ച് പായസമൊക്കെ ഒഴിച്ച് ഒരു പപ്പടവും ഒരു പഴമൊക്കെ വെച്ച് നീടി കഴിക്കുമ്പോൾ കിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകും കേട്ടോ. അവളുടെ ലൈഫിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ അവൾ അതിനകത്ത് ഒരെണ്ണം ചിലപ്പം സദ്യ ആയിരിക്കും പറയുന്നത്. നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് ആരുടെയും കല്യാണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. വേറൊന്നിനുമല്ല, സദ്യ കഴിക്കാനായിട്ട് നമ്മളത് കഴിക്കുന്നതിനേക്കാളും നല്ല ആസ്വദിച്ച് അവൾ കഴിക്കുന്നത്. എനിക്കാണെങ്കിൽ എൻ്റെ കുഞ്ഞിലേക്ക് അടപ്രഥമൻ ഒട്ടും ഇഷ്ടമല്ല. ഇപ്പം പിന്നെ കഴിക്കും, അത്രയേ ഉള്ളൂ. ഞാൻ ശർക്കരയിൽ കഴിക്കുന്ന പായസം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം പയറ് പായസമാണ് കേട്ടോ. അത് ഞാൻ കഴിക്കും, അല്ലാതെ അടപ്രഥമനൊന്നും ഇഷ്ടമല്ല. പക്ഷെ കിക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കിക്കിമോക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അടപ്രഥമൻ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ നിന്ന് കുക്ക് ചെയ്യാന്ന് വിചാരിക്കുമോ? അപ്പോൾ എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടല്ല ഇങ്ങനെ കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. അല്ലെ അടുക്കളയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടാ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് അട ഉണ്ടാക്കണം. ഞാൻ യൂട്യൂബിൽ കുറേ റെസിപ്പീസൊക്കെ ഇങ്ങനെ തപ്പി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് വീണാസ് കറി വേൾഡിലെ ചേച്ചി ചെയ്തേക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. അത് ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ റൈസ് പൗഡർ ഉണ്ടല്ലോ, എലൈറ്റിൻ്റെ ഞാൻ എടുത്തത്. അത് എൻ്റെ കയ്യിൽ അരയുടെ കപ്പാണ് കേട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 കപ്പ് എടുത്തപ്പം ഒരു കപ്പ് റൈസ് ഫ്ലോർ എടുക്കണം. അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് ഇത് കുഴച്ചല്ല, വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ലൂസായിട്ട് അങ്ങനെ ആക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒരുപാട് ചാനലിലും ഞാനിങ്ങനെ റെസിപ്പീസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാഴയിലയിൽ ഈ ഒരു മാവ് വെച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ സേവനാടിയുടെ നമ്മുടെ പക്കാവട ഉണ്ടാക്കുന്ന ആ ഒരു ഒച്ചുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ ഇടിയപ്പത്തിൻ്റെ ഇഡലിയുടെ തട്ടിലോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് അതിങ്ങനെ വേവിച്ചെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അങ്ങനെ കുറേ ഏതാണ്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ ഇവിടെ വെച്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് കേട്ടോ, നമ്മളിങ്ങനെ കൊണ്ടുവെക്കണം, എടുത്തുകൊണ്ട് പോകണം. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ എന്താണ്ടേ ഇതിലോട്ട് 1 കപ്പല്ലേ നമ്മൾ പൊടി എടുത്തിട്ടുള്ളത്. അപ്പം 1 കപ്പ് വെള്ളം തന്നെ എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം ഞാൻ ഇതിപ്പം എന്താണ്ടേ ആദ്യം 1/2 കപ്പ് ഒഴിച്ചു കൊടുത്ത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു 1/2 കപ്പ് മാറ്റി വയ്ക്കുന്നുണ്ടല്ലോ, അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാനായിട്ട് വിട്ടുപോയി. എൻ്റെ ഒരു ആവേശത്തിലിരുന്ന് കലക്കുവാണ്. കുറച്ച് സമയം നന്നായിട്ട് കലക്കി എടുക്കണം. പിന്നെ വീണ്ടും കുറച്ച് വെള്ളം കൂടെ എടുത്ത് കേട്ടോ. അതിനുശേഷം ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നൊരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും. അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ എടുക്കുന്നതനുസരിച്ച് ഏത് കമ്പനിയുടെ ആണെങ്കിലോ അങ്ങനെയൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും ഈ വെള്ളത്തിൻ്റെ ആ ഒരു അളവ്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ആദ്യം 1 കപ്പ് മാവ് എടുത്തിട്ട് ഒന്ന് കുഴച്ച് നോക്കിയിട്ടല്ല, ഒന്നിങ്ങനെ കലക്കി എടുത്തിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഇതിങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന ആ ഒരു പരുവമുണ്ടല്ലോ, കാരണം നമ്മൾ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ടാണ് ഇത് ഇഡലിത്തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പാത്രത്തിൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ കറങ്ങി വരുന്ന അത്രയും ഒരു ലൂസ് വേണം ഇത് ആക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ആക്കിയെടുത്തത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അട വേവിച്ചെടുക്കാനുള്ള മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് ഇഡലിത്തട്ട് വെച്ചിട്ട് അതിൽ ഒരു പ്ലേറ്റ് വെച്ച് അത് കോരി ഒഴിച്ച് ആവി കയറ്റി എടുക്കാം. എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നത് കാണാനാണ് കേട്ടോ ഇഷ്ടം, നമ്മൾ വ്ളോഗൊക്കെ കാണുന്ന സമയത്ത്. പക്ഷേ എങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ നിന്നപ്പോൾ കുറച്ച് പാടാണ്. എനിക്ക് ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ആദ്യം ഞാൻ വലിയ ആ ഒരു തട്ടുണ്ടല്ലോ അത് എടുത്തുകൊണ്ട് വന്നപ്പം അതിൽ നമ്മൾ ഈ പാത്രം ഇറക്കി വെക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ അടിയിൽ വരുന്ന ആ ഒരു തട്ടെടുത്തുകൊണ്ട് വെച്ച് പിന്നെ നമ്മുടെ ചോറൊക്കെ കഴിക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടല്ലോ അതൊരെണ്ണം എടുത്ത് എന്നിട്ട് വേണ്ടേ ഒരു തവി മൊത്തം ഒഴിക്കുന്നില്ല, 1 സ്പൂണോളം അങ്ങ് അതിനകത്ത് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ തവിയിൽ. അത്രയും മാവ് എടുത്തിട്ട് ഇനി നമ്മളൊന്ന്
ചുറ്റിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ ഈ ഇഡലിത്തട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ആവിയിൽ സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് കൈ പൊള്ളാതെ സൂക്ഷിക്കണം. എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അടപ്പത്ത് നിന്ന് എടുക്കുമ്പം തട പിടിക്കുന്ന തുണിയൊക്കെ എടുക്കാനോ ഒക്കെ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ കൈവച്ച് തന്നെ ചെയ്യും. ഇപ്പം പിന്നെ വലിയ ചൂടില്ല, ചൂടായി തുടങ്ങിയിട്ടേ ഉള്ളൂ പാത്രം, അതുകൊണ്ട് കുഴപ്പമില്ല, ഇങ്ങനെ എടുത്ത് ചുറ്റിച്ച് വെക്കാം. പക്ഷേ നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ സൂക്ഷിക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ടൈം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്, ഇടയ്ക്കൊന്ന് മറന്നു പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഞാൻ 6 മിനിറ്റ് ആട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 6-7 മിനിറ്റൊക്കെ മതിയായിരിക്കും ഇത് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിത് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. എനിക്ക് അത്രയ്ക്ക് മടിയാണ് കേട്ടോ പോയി അകത്തുനിന്നൊരു തുണി എടുത്തുകൊണ്ട് പൊക്കാനായിട്ട്. അങ്ങനെ നമുക്കറിയാമല്ലോ എത്ര ചൂട് നമുക്ക് സഹിക്കാൻ പറ്റും എന്നുള്ളത്. അതിങ്ങനെ മനസ്സിലുള്ളത് കൊണ്ട് നമുക്ക് നിസ്സാരമായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ കൈ പൊള്ളിപ്പോവും കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ എങ്ങനെ അതിനകത്ത് കാണിച്ചു പോലെ തന്നെ കറക്റ്റായിട്ട് ഇറങ്ങി വരുമോ അതൊക്കെയാണ് കേട്ടോ. ഞാൻ തൊട്ടൊക്കെ നോക്കും, എൻ്റെ കയ്യിലൊട്ടുന്നുണ്ടെങ്കിൽ നോക്കി നിൽക്കുമോ അതിനെ, എന്താണ് ഇനി ഇത് എങ്ങനെ വരുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ വെച്ചാൽ തണുക്കട്ടെ, തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കത്തി വെച്ചിട്ട് ഇതുപോലെ ആദ്യം ഇങ്ങനെ നീളത്തിൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വരയിട്ട് കൊടുക്കണം. എന്നിട്ട് അത് ഫുള്ള് ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വെച്ചിട്ട് നമ്മൾ അടയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, തിരിച്ച് വെച്ചിട്ട് വീണ്ടും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല, ഞാൻ കുറച്ച് ദൂരെ നിന്ന് എടുക്കുന്നത് കൊണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ആദ്യത്തെ ഒരെണ്ണം എടുത്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായി. കാരണം കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ അടയൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അട വേടിക്കുമ്പോൾ അത് കുറച്ച് ഡ്രൈ ആയിട്ടല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. എന്നിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ഊറ്റി കഴുകിയൊക്കെയാണല്ലോ എടുക്കുന്നത്. ആ ഒരു വേവിച്ചെടുക്കുമ്പോൾ ഉള്ള ആ ഒരു അവസ്ഥയിൽ ഇരിപ്പുണ്ട് കേട്ടോ. അട ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ അട വെച്ചിട്ടുള്ളൂ, കുറച്ച് സമയം എടുക്കുമല്ലോ ഇത് ചെയ്യാനായിട്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ മെനക്കെടാറില്ല. ഒരു പ്രാവശ്യം നാട്ടിൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് തന്നെ വെള്ളത്തിലോട്ട് സാധാ നോർമൽ വാട്ടർ ഉണ്ടല്ലോ അതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ 1 കപ്പ് അല്ലേ അരിപ്പൊടി എടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതൊരു കുറേ തവണ 8-10 തവണ ഞാൻ എണ്ണി നോക്കില്ല കേട്ടോ. അത്രയും തവണയൊക്കെ ചുറ്റിയെടുക്കാനുള്ളതുണ്ട്. കാരണം ചെറിയ പാത്രമാണല്ലോ നമ്മുടെ, അപ്പം അത്രയും തവണയൊക്കെ ചെയ്തെടുക്കുമ്പോഴാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പണി. അങ്ങനെ അതെല്ലാം ചെയ്തെടുത്ത് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാനിവിടെ ഒരു തേങ്ങ ആദ്യം എടുത്ത് പൊട്ടിച്ച് എടുത്ത് കേട്ടോ. പിന്നെ ഞാൻ എടുത്ത ശർക്കര കറുത്ത ശർക്കരയാട്ടോ എടുത്തത്, അതുകൊണ്ട് തന്നെ കളറും കുറച്ച് കൂടുതലായിരുന്നു, മധുരവും കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും ഒരു തേങ്ങയും കൂടെ എടുത്ത്, അത്രയും തേങ്ങാപ്പാൽ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതാണ്ടേ നമ്മുടെ വലിയ ജാറിൽ ഈ തേങ്ങ ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് 1-ാം പാൽ എടുക്കാൻ വേണ്ടി. 1-ാം പാലിന് കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല, നല്ല കട്ടിക്കല്ലേ പിഴിഞ്ഞെടുക്കുന്നത്. ഞാൻ പിന്നെ ഇതിങ്ങനെ അടിച്ച് എടുക്കാനുള്ള ആ ഒരു സൗകര്യത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് അടുക്കളയിൽ കുറച്ച് ലൈറ്റും ക്യാമറയും എല്ലാം കൂടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിന്ന് തിരിയാനുള്ള സ്ഥലമില്ലാതായി പോകും. അതുകൊണ്ടാണ് ഞാൻ മറ്റേ സ്ഥലത്ത് നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തത്. പിന്നെ മിക്സിയൊക്കെ ഇവിടെ തന്നെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഇവിടെ നിന്ന് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് ഉള്ള പരിശ്രമത്തിലാണ്. എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഈ ഒരു ജോലി ചെയ്യാനായിട്ട്. തേങ്ങാപ്പാൽ എടുക്കുന്നത്, കൊച്ചുള്ളി പൊളിക്കുന്നത്, വെളുത്തുള്ളി പൊളിക്കുന്നത്, അതൊക്കെ എല്ലാവർക്കും പാടുള്ള പണി തന്നെയാണ്. എന്നാലും കുഴപ്പമില്ല, ഇതിപ്പം ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ ആദ്യം 1-ാം പാൽ ഇങ്ങനെ പിഴിഞ്ഞ് എടുക്കുകയാണ് കേട്ടോ. നമ്മൾ തനിയെ ചെയ്യുമ്പം അടപ്രഥമൻ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ വലിയൊരു ടാസ്ക്കാണ്. ആരെങ്കിലും സഹായിക്കാനുണ്ട്, തേങ്ങ തിരുമ്മി തരാനോ അല്ലെങ്കിൽ ശർക്കരയൊന്നും ഉരുക്കി തരാനോ തേങ്ങാപ്പാൽ എടുത്ത് തരാനോ ഒക്കെ ആളുണ്ടെന്നുണ്ടെങ്കിൽ പണി കുറച്ച് എളുപ്പം കഴിയും. കാരണം ഇത് വരട്ടിയെടുക്കാനൊക്കെ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഞാൻ ഈ ശർക്കര ഉണ്ടല്ലോ, ഇത് കറുത്ത ശർക്കരയാണ് കേട്ടോ, പൊടിച്ച ശർക്കരയാണ്. ഞാനിവിടെ രാമചന്ദ്രനിൽ പോയപ്പം കിട്ടിയതാണ്. അതിനകത്തൊരു 1/4 ഭാഗം എടുക്കേണ്ട ആവശ്യമുള്ളായിരുന്നു. പക്ഷേ എങ്കിൽ ഇത് വീണ്ടും പിന്നെ ഇങ്ങനെ പൊടിയായിട്ടിരിക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല, എന്നാലും ഇങ്ങനെ പാണിയാക്കിയൊക്കെ എടുക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ അങ്ങ് പാണിയാക്കി എടുത്ത് എന്നിട്ട് അത് കുറച്ച് കൂടിപ്പോയി മധുരം. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അവസാനം. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ കറുത്ത ശർക്കരയായിരുന്നു ഇത്. പക്ഷേ ഉരുക്കിയെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഇത്രയും വെള്ളം ഒഴിക്കേണ്ടായിരുന്നു എന്ന് തോന്നുന്നു, കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നുന്നു വെള്ളം. എന്നാലും കുഴപ്പമില്ല. ഞാനത് ഇനിയിപ്പോൾ നമ്മുടെ പായസം വെക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിനകത്തോട്ട് അരിപ്പ് വെച്ചിട്ട് അരിച്ചൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ശർക്കരയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പൊട്ടും പൊടിയും കല്ലും ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അത് പാത്രത്തിലെടുത്ത് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നപ്പോൾ നമ്മുടെ വേവിച്ച് വെച്ചിരുന്ന നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അടയുണ്ടല്ലോ അത് 2-3 പ്രാവശ്യം കൂടെ ഒന്നുകൂടെ കഴുകി എടുത്തിട്ട് ഞാനിങ്ങനെ വെള്ളം തോരാനായിട്ട് ആ പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇപ്പം ആ ശർക്കരയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ അട ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നാളെയാണ് അടപ്രഥമൻ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തോടു കൂടി തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നാണ്, അങ്ങനെയാണെന്ന് തോന്നുന്നു പറഞ്ഞത്. പക്ഷേ ഞാൻ ഇന്ന് തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇപ്പം തന്നെ എടുത്തതാണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഒരു സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തായിരിക്കുമല്ലോ പായസം വെക്കുന്നത്, ആ സമയത്ത് ഇതും കൂടെ ചെയ്യാനായിട്ട് നിന്നാൽ ഒറ്റയ്ക്ക് പിന്നെ ഉച്ചയ്ക്ക് കഴിക്കേണ്ട സദ്യ രാത്രി കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ തന്നെ ഇത് 3 മണിയൊക്കെ ആയപ്പം തുടങ്ങിയ പരിപാടിയാണ്. എൻ്റെ ഉദ്ദേശം ഒരു
5-5:30 ആകുമ്പോഴത്തേന് കഴിയുമെന്നായിരുന്നു. പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷേനേക്കാളും പിന്നെയും സമയം എടുത്തു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും എല്ലാം കൂടെ എടുക്കുമ്പോഴത്തേന് എനിക്ക് കുറച്ച് അധികം സമയം എടുക്കും. അങ്ങനെ അപ്പോൾ ദാണ്ടേ ഞാൻ പറഞ്ഞില്ലേ, ശർക്കരയുടെ വെള്ളം കുറച്ച് കൂടിപ്പോയതുകൊണ്ടാണെന്ന് വരട്ടി വരാനായിട്ട് കുറേ സമയം എടുത്ത്, എന്നിട്ടാണ് ഇത്രയും പറ്റി വന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് വീണ്ടും ഇങ്ങനെ വറ്റിച്ചെടുക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കളർ കണ്ടോ ശർക്കരയുടെ, നല്ല കളറായിട്ടുണ്ട്. പിന്നെ വീഡിയോയ്ക്കകത്ത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കളർ വരുമല്ലോ. അപ്പോൾ അങ്ങനെ നല്ല കളറുണ്ട്. പക്ഷേ എങ്കിൽ ടേസ്റ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ മേടിക്കുമ്പം വെള്ള ശർക്കര ഉണ്ടല്ലോ, വേറൊരു കളർ വരുന്നത്, ആ ശർക്കര മേടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എനിക്കിത് ഇതേ കിട്ടിയുള്ളായിരുന്നു, അങ്ങനെ ഇത് വാങ്ങിച്ചതാട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് എൻ്റെ കയ്യിൽ 1/2 കപ്പായിരിക്കും എന്ന് പറഞ്ഞല്ലോ, ഇപ്പം 1 കപ്പ് ഒഴിച്ച്, ഇത് 2ാമത്തെ കപ്പ്, ഇത് 3 കപ്പ്, മൊത്തം 4 കപ്പ് നമ്മൾ 2ാം പാലോ 3ാം പാലോ എല്ലാം കൂടെ മൊത്തത്തിലുള്ള 1ാം പാല് മാറ്റി വെച്ചതിന് ശേഷം ഇത്രയും ആണ് കേട്ടോ, 4 കപ്പാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എൻ്റെ 1 കപ്പിൻ്റെ പിടി, ഒരു കപ്പ് എന്നുള്ള അളവുണ്ടല്ലോ, അതിൻ്റെ പിടി അങ്ങ് ഒടിഞ്ഞു പോയി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ 1/2 കപ്പ് വെച്ചുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആ അടയൊക്കെ എടുത്ത് തിന്ന് നോക്കുകയാണ് കേട്ടോ. പക്ഷേ അന്നേരം നിന്നപ്പോൾ എനിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നി. നമ്മൾ ശർക്കരയിൽ ഇട്ടിട്ട് ഇങ്ങനെ വരട്ടി എടുത്തതല്ലേ. അപ്പോൾ ഞാൻ വെച്ച് ദൈവമേ, ഇതിനിങ്ങനെ കടിയിലെ അവിലൊക്കെ കടിക്കുമ്പോൾ ഉള്ള അത്രയും ഒരു കട്ടിയുണ്ടല്ലോ, അതുപോലെ എനിക്ക് കട്ടി പോലെ തോന്നി. ഞാൻ വെച്ച് കുളമായോ എന്നിങ്ങനെ വിചാരിച്ച്. പക്ഷേ എങ്കിൽ തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് വന്നപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു കേട്ടോ. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഏലക്കാപ്പൊടി പഞ്ചസാരയിലിട്ട് പൊടിച്ചിട്ടും അത് ഏലക്ക അങ്ങോട്ട് നന്നായിട്ട് പൊടിഞ്ഞു വന്നില്ല. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ആട്ടോ, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചുക്കും കൂടി ഇടാം, ചുക്കിൻ്റെ പൊടി. അതെനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ടില്ല. ഇപ്പം ഞാൻ 1.5 കപ്പ് 1ാം പാൽ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഇത് ഒഴിച്ചു കൊടുത്തത്. ചെറിയ തീയിലിട്ടിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിങ്ങനെ പിരിഞ്ഞ് പോവുക, ചിലപ്പോഴൊക്കെ നമ്മൾ പായസം വെക്കുമ്പോൾ, കുക്കറിലൊക്കെ പായസം വെക്കുമ്പം പിരിഞ്ഞു പോകുന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറയുന്നേക്കാം. അതുകൊണ്ട് ഞാനങ്ങനെ തരിതരി പോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം അപ്പുറത്തെ വീട്ടിലൂടെയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഓണത്തിന് അവർക്ക് ഓണപ്പങ്കൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു, നമ്മൾ നാട്ടിലായിരുന്നല്ലോ ഓണം ആഘോഷിച്ചത്. അതുകൊണ്ട് അങ്ങനെ ഞാൻ പിന്നെ എന്തായാലും അങ്ങനെ പിരിഞ്ഞ പോലെ ഒന്നും വന്നില്ല. പിന്നെ ചെറുതായിട്ട് ഞാൻ തീ ഓണാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ തേങ്ങാക്കൊത്ത് നെയ്യിൽ ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് അതും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ പായസം നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് മധുരം ഉണ്ടായിരുന്നു. കിക്കിമോക്ക് പിന്നെ മധുരം അത്ര ഇഷ്ടമാണ്. അപ്പുറത്തൊക്കെ കൊടുക്കേണ്ടത് ഇത്രയും മധുരം അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ കിക്കിക്ക് ഇത് കറക്റ്റായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനും സച്ചു ഇപ്പം മധുരം ചിലപ്പോഴൊക്കെ കുറച്ച് കഴിക്കാമെന്ന് പറഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ കുറയ്ക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കഴിച്ചപ്പം മധുരം ഉള്ളോളം തോന്നി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചവ്വരി വേവിച്ചെന്ന് കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ കൊടുത്തപ്പം അങ്ങനെ ചവ്വരി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ദാണ്ടെ കിക്കിമോള് പായസം കുടിക്കുകയാണ്. നമ്മുടെ ഇവിടെ നാട്ടിൽ കിട്ടുന്ന പപ്പടം അല്ല കേട്ടോ കിട്ടുന്നത്, വേറൊരു ടൈപ്പ്, ഒരു പ്ലാസ്റ്റിക് പോലെയൊക്കെ ഇരിക്കുന്ന ടൈപ്പുള്ളൊരു പപ്പടമാണ്. എന്നാലും കുഴപ്പമില്ല, ആ പപ്പടവും പഴവും ഒക്കെ ആയിട്ട് നല്ല കുഴച്ച് കഴിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കിക്കി ആഹാരം കഴിക്കുന്നത് കാണാനായിട്ട്. കാരണം അവൾ നല്ല ആസ്വദിച്ചാട്ടോ കഴിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം ആസ്വദിച്ച് കഴിച്ച് അതിനൊരു അഭിപ്രായമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് തന്നെ കണ്ടോ കിക്കിയുടെ എക്സ്പ്രഷനൊക്കെ കണ്ടോ. ഞാനത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട്, ഇവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് രണ്ടിനും വേണ്ടി കുലുക്കി തന്നതാണ് തല. അപ്പോൾ ഞാനും അവിടെ നിൽപ്പോണ്ട് ഒരു ക്യാമറ എടുത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ തല കുലുക്കി കാണിച്ചു. അങ്ങനെ ഞാനും ആ ടേസ്റ്റ് ഒന്ന് അറിയണമല്ലോ, കാരണം ഇതൊക്കെ പഴവും ഒന്നും ഇല്ലാതൊന്നും കുടിച്ച് നോക്കിയതേ ഉള്ളൂ. അങ്ങനെ ഞാനും ചെന്ന് പപ്പടവും പഴവും ഒക്കെ ആയിട്ട് ഒന്ന് കഴിച്ച് നോക്കിയതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇനി ആ വീണ ചേച്ചി തന്നെ അതിൽ പറയുന്നുണ്ട്, ഇനി നമ്മൾ പുറത്തുനിന്ന് അട വാങ്ങിയിട്ട് പായസം ഉണ്ടാക്കത്തില്ല. ഇത് ഉണ്ടാക്കാൻ എടുക്കുന്ന കുറച്ച് സമയം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അട കിട്ടാനില്ല എന്നും പറഞ്ഞിട്ട് ഇനി ആരും പായസം ഉണ്ടാക്കാതിരിക്കേണ്ട. അങ്ങനെ സച്ചുവും വന്ന് അതിനകത്ത് കുറച്ച് എടുത്ത് കഴിച്ച് അങ്ങനെ നമ്മൾ 3 പേരും കൂടെ ഒരു പ്ലേറ്റിൽ നിന്ന് പായസം കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ പായസം അടിപൊളിയായിരുന്നു. സാധാരണ എനിക്ക് അടപ്രഥമൻ അത്ര ഇഷ്ടമല്ല, പക്ഷേ ഇത് ഞാൻ നന്നായിട്ട് കുടിച്ച്, കിക്കിയും കുടിച്ച്. സച്ചുവും പറഞ്ഞു കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു. സച്ചുവിന് എനിക്കൊന്നും അങ്ങനെ അടപ്രഥമനൊന്നും വലിയ ഒരു പ്രിയമുള്ള ആൾക്കാരല്ല. കിക്കി എത്ര പ്രാവശ്യം ഒഴിച്ചുകൊണ്ട് വെച്ച് കുടിച്ചതെന്ന് എനിക്കറിയില്ല. കിക്കിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ജന്മനാളിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കി കൊടുക്കാം. അതല്ല, ഓണത്തിൻ്റെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കിക്കിമോക്ക് എന്തായാലും അടപ്രഥമൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന്. അപ്പോൾ കിക്കിമോക്ക് എന്തായാലും ഇഷ്ടമായി, അവൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ബൈ ബൈ.